വിശുദ്ധ മത്തായി സുവിശേഷം അധ്യായം 5. അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, വ്യഭിചാരം ചെയ്യരുത് എന്ന് കൽപ്പിച്ചിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയത്തിൽ അവളുമായി വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു. വലത് കണ്ണ് നിനക്ക് പാപഹേതുവാകുന്നുവെങ്കിൽ അത് ചൂഴ്ന്നെടുത്ത് എറിഞ്ഞു കളയുക. ശരീരമാകെ നരകത്തിലേക്ക് എറിയപ്പെടുന്നതിനേക്കാൾ നല്ലത് അവയവങ്ങളിൽ ഒന്ന് നഷ്ടമാകുന്നതാണ്. വലത് കരം നിനക്ക് പാപഹേതുവാകുന്നുവെങ്കിൽ അത് വെട്ടി ദൂരെ എറിയുക. ശരീരമാകെ നരകത്തിൽ പതിക്കുന്നതിനേക്കാൾ നല്ലത് അവയവങ്ങളിൽ ഒന്ന് നഷ്ടപ്പെടുന്നതാണ്. ഭാര്യയെ ഉപേക്ഷിക്കുന്നവൻ അവൾക്ക് ഉപേക്ഷപത്രം കൊടുക്കണം എന്ന് കൽപ്പിച്ചിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, പരസംഗം നിമിത്തമല്ലാതെ ഭാര്യ ഉപേക്ഷിക്കുന്നവൻ അവളെ വ്യഭിചാരിണിയാക്കുന്നു. ഉപേക്ഷിക്കപ്പെട്ടവളെ പരിഗ്രഹിക്കുന്നവനും വ്യഭിചാരം ചെയ്യുന്നു. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവതിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ ഹൃദയശുദ്ധിയുടെ ആത്മീയത ധ്യാനിക്കാം. ദൈവം പരിശുദ്ധനായിരിക്കുന്ന പോലെ നാമും പരിശുദ്ധരായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. വിശുദ്ധിയിലേക്കുള്ള ഏറ്റവും മഹത്തായ വിളിയാണ് ക്രൈസ്തവ ജീവിതം. എല്ലാവരും ജീവിക്കുന്നത് പോലെ ജീവിക്കുവാനോ, സംസാരിക്കുന്നത് പോലെ സംസാരിക്കുവാനോ, പ്രവർത്തിക്കുന്നത് പോലെ പ്രവർത്തിക്കുവാനോ നമുക്ക് അർഹതയില്ല. കാരണം നാം ദൈവത്തിൻ്റെ പ്രിയ മക്കളാണ്. ക്രിസ്തുവിൻ്റെ തിരുരക്തത്താൽ വിശുദ്ധീകരിച്ച ജനതയും വീണ്ടെടുക്കപ്പെട്ട ജനതയും സ്വന്തമാക്കപ്പെട്ട ജനതയുമാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ നാം വാക്കിലും പ്രവൃത്തിയിലും ജീവിതത്തിലും ഹൃദയത്തിലും മനസ്സിലും നിർമ്മലർ ആയിരിക്കണം. പാപഹേതുക്കളാകുന്നവ ഉപേക്ഷിക്കുവാൻ നമുക്ക് സാധ്യമാകണം. നമ്മുടെ ആന്തരിക വിശുദ്ധിയാണ് ദൈവം കാണുന്നത്. ഹൃദയം കാണുന്ന ദൈവത്തിൻ്റെ തിരുമുമ്പിൽ നമ്മൾ ഹൃദയശുദ്ധിയോടെ ജീവിക്കണമെന്ന് ഇന്നത്തെ സുവിശേഷം പഠിപ്പിക്കുന്നു. പാപത്തിനുള്ള സാഹചര്യങ്ങൾ നമ്മുടെ കൺമുമ്പിൽ എപ്പോഴും ഉണ്ടാകാം. എന്നാൽ അവയിൽ വീണു പോകാത്ത വിധം ഹൃദയത്തെ നിർമ്മലമായി കാത്തു സൂക്ഷിക്കുവാൻ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നു. വിശുദ്ധി പ്രാപിക്കാതെ ആർക്കും ദൈവത്തെ സ്വന്തമാക്കാൻ സാധിക്കില്ല. നാം വിളിക്കപ്പെട്ടിരിക്കുന്ന ജീവിത സാഹചര്യത്തിൽ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ഹൃദയവും മനസ്സും ശരീരവും ഒരുപോലെ വിശ്വാസത്തിൽ വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കാൻ നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ദർശനങ്ങളാണ് പലപ്പോഴും നമ്മെ അശുദ്ധരാക്കുന്നത്. നമ്മുടെ കാഴ്ചകൾ നിർമ്മലമെങ്കിൽ ശരീരവും മനസ്സും ശുദ്ധമായിരിക്കും. യേശു പറയുന്നുണ്ട്, കണ്ണ് പ്രകാശിതമെങ്കിൽ ശരീരം പ്രകാശിക്കും, കണ്ണ് അന്ധമെങ്കിലോ ശരീരം അന്ധകാരമായി പോവും. നമ്മുടെ ഉള്ളിലെ വെട്ടമാണ് നമ്മെ ബലപ്പെടുത്തുക. നാം ഹൃദയശുദ്ധിയിൽ ജീവിക്കുമ്പോൾ നമ്മൾ പ്രകാശിതരാണ്. മറ്റുള്ളവരെ പ്രകാശത്തിലേക്ക് നയിക്കുവാനും സാധ്യമാകും. നമ്മുടെ ശരീരവും മനസ്സും ഒരുപോലെ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ആലയങ്ങളായി സംരക്ഷിക്കുവാനും അവയെ നിർമ്മലമായി പരിപാലിക്കുവാനും നമ്മൾ പരിശ്രമിക്കണം. ഈ കാലഘട്ടത്തിൻ്റെ സോഷ്യൽ മീഡിയ യുഗങ്ങളിൽ പാപത്തിൻ്റെ സാഹചര്യങ്ങൾ ഏറെ ഉള്ളപ്പോൾ അവയിൽ വീണു പോകാത്ത വിധം പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ നമ്മുടെ ഹൃദയത്തെ നിർമ്മല മനസ്സാക്ഷിയോടെ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. നമ്മുടെ ബന്ധങ്ങൾ വിശുദ്ധമാകണം. നമ്മുടെ വാക്കും പ്രവൃത്തിയും നിർമ്മലമാകണം. ഹൃദയവിശുദ്ധിയോടുകൂടി ജീവിക്കുവാൻ നമ്മൾ പ്രാർത്ഥനയിലൂടെ, സൽകർമ്മങ്ങളിലൂടെ, വിശുദ്ധ കുദാശകളിലൂടെ ശക്തി പ്രാപിക്കുകയും വേണം. മറ്റെല്ലാ പാപവും ശരീരത്തിന് പുറത്താണ്. എന്നാൽ ലൈംഗിക പാപങ്ങൾ ശരീരത്തിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നുവെന്ന് അപ്പോസ്തലൻ ഓർപ്പെടുത്തുന്നു. ഒരു മനുഷ്യൻ മനസ്സ് വെക്കാതെ ഇപ്രകാരം ഒരു തിന്മയിലേക്ക് വീണു പോകാൻ സാധ്യതയില്ല. നമ്മൾ ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ പ്രേരിതരായി നിർമ്മലമായ ലില്ലിപുഷ്പങ്ങൾ പോലെ വിശുദ്ധിയിൽ ജീവിക്കുവാൻ കടപ്പെട്ടവരാണ്. നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ തിരുമനസ്സിന് വിധേയപ്പെടട്ടെ. വൈവാഹിക ജീവിത വിശുദ്ധിയിലും സമർപ്പണ ജീവിതത്തിൻ്റെ പരിശുദ്ധിയിലും ജീവിക്കുവാൻ ദൈവം നമുക്ക് ശക്തി നൽകട്ടെ. ഓർക്കുക പ്രിയരെ, പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരമില്ലാതെ നമുക്കൊരു നിമിഷം പോലും ഈ പുണ്യഭൂമിയിൽ ഹൃദയവിശുദ്ധിയിൽ ജീവിക്കുവാൻ സാധ്യമല്ല. പരിശുദ്ധാത്മാവിനെ നമ്മൾ നിരന്തരം നമ്മുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുകയും ആത്മാവിനാൽ പൂരിതരാക്കി നിർമ്മലരാക്കണമേ എന്ന് നമ്മൾ യാചിക്കുകയും വേണം. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും
നമ്മേവരെയും സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ.